നമ്മുടെ കൂടെയുള്ള പല ആളുകൾക്കും നമ്മളെക്കുറിച്ച് വലിയ അറിവുണ്ടാകണമെന്നില്ല, അല്ലേ? നിങ്ങൾ കളിക്കുന്ന ആ ക്രിക്കറ്റ് ടീമിനകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫുട്ബോൾ ടീമിനകത്ത് നിങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ കുറവാണ്. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. ഏത് സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു കമ്പനിയിലാണെങ്കിൽ ആ കമ്പനിയിലുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് ശരിയായ കാര്യങ്ങൾ അറിയണമെന്നില്ല. എല്ലാവരും യാദൃച്ഛികമായിട്ട് വന്നുപെട്ടതാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ഇല്ലേ, നിങ്ങൾ പറയുന്നൊരു വാക്കില്ലേ, ഞങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു വരുന്നുള്ളൂ, ഞങ്ങളിവിടെ പുതിയ താമസക്കാരാണ്, അല്ലെങ്കിൽ ഈ സഭയിൽ ഞങ്ങൾ പുതുതായിട്ട് വന്നതാണ്, ഞങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാറില്ലേ? സ്തോത്രം. അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മളാരാണെന്ന് നമുക്കറിയാം. മറ്റുള്ളവർക്ക് അറിയുമ്പോഴത്തേക്ക് കുറച്ച് സമയം പിടിക്കും, അല്ലേ? സമയം പിടിക്കും. കർത്താവിൻ്റെ കൂടെ ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു, ഒത്തിരി ശിഷ്യന്മാർ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ വിട്ടുപോകാൻ തുടങ്ങി. ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്ന കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഓരോരുത്തരായി ആളുകൾ പോകാൻ തുടങ്ങി. താൻ തെരഞ്ഞെടുത്ത 12 പേര് തൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 66 മുതൽ നിങ്ങൾ സമയം കിട്ടും വായിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെയുണ്ട്. താൻ തെരഞ്ഞെടുത്ത ആളുകൾ അവരോടും പറഞ്ഞു, നിങ്ങളും പോകുന്ന പൊക്കോ. അവർക്കൂടെ ഒരു ചാൻസ് കൊടുത്തു. ഇനി ഞങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് പോകണ്ട എന്ന രീതിയിൽ അവർ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ച് മറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിത്യജീവന്റെ മൊഴികൾ നിന്റെ അടുക്കലുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടേക്ക് പോകും. ഇതാണ് അവരുടെ മറുപടി. പക്ഷെ അവരിൽ ഒരുവൻ ഇത് പറഞ്ഞെങ്കിലും അവരെ ഓരോരുത്തരെ മാറി ഒന്ന് നോക്കി. തോമസിനെ നോക്കി. തോമസിന്റെ ആദ്യവും അവസാനവും കർത്താവിന് മനസ്സിലായി. കർത്താവ് അറിയാം, കർത്താവ് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും എല്ലാമാണ്. അതുകൊണ്ട് ആദ്യം അന്തമൊക്കെ മൊത്തം അറിയാം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളെ കംപ്ലീറ്റ് അറിയാവുന്ന ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. മൊത്തത്തിലൊന്ന് നോക്കി, ഓരോരുത്തർ നോക്കി. കൊള്ളാം, എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷെ ഒരുത്തനെടുത്ത് വന്നപ്പോഴത്തേക്ക് കർത്താവ് ഒന്ന് സൂക്ഷിച്ചു നോക്കി. കർത്താവ് പറഞ്ഞു, പിന്നെ നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. ദൈവമേ, ഇത്രയും പേര് നിൽക്കുന്നതിനകത്ത് ഒരുത്തനെ നോക്കി കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. ഇന്ന് രാവിലത്തെ നമ്മുടെ ചിന്ത അതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കിയിട്ടാ കർത്താവ് ഈ കാര്യം പറയുന്നത്. നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊരു സഭയിൽ കൂടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെന്ററിലെ ശുശ്രൂഷകന്മാരിൽ ഒരാളായിരിക്കാം, ഒരു കമ്മിറ്റിയിലെ മെമ്പറായിരിക്കാം, ഒരു എക്സിക്യൂട്ടീവിലെ അംഗമായിരിക്കാം, ഒരു ജനറൽ ബോഡിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരുവനായിരിക്കാം. നിങ്ങൾ സ്തോത്രം നാട്ടിൽ അറിയപ്പെടുന്ന 10 പേരിൽ ഒരാളായിരിക്കാം. എന്തായാലും ഈ രാവിലെ സമയം കർത്താവ് അങ്ങനെ വന്ന് നിങ്ങളെ 20 പേരെയും ഒരുമിച്ചൊന്ന് നോക്കുകയാണ്. നിങ്ങളുടെ ആ സെറ്റപ്പിനകത്തേക്ക് 10 പേരടങ്ങുന്ന, 15 പേരടങ്ങുന്ന, 70 പേരടങ്ങുന്ന, 500 പേരടങ്ങുന്ന, 1000 പേരടങ്ങുന്ന ആ ഒരു കമ്മിറ്റിയിലേക്ക് കർത്താവ് നോക്കിയിട്ട് കർത്താവ് പറയുക, ഇതിനകത്തൊരാൾ പിശാചാണ്. അപ്പൊ നിങ്ങൾ പറയും, ഭാഷേ അതിൻ്റെ ഭാഷ അങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് 70% പിശാചാണെന്നാണ് ആയിരിക്കാം നിങ്ങൾ പറയാൻ പോകുന്നത്. ഞാനങ്ങനെ പറയത്തില്ല. ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം. കർത്താവ് പറഞ്ഞ കാര്യമാണല്ലോ നമുക്ക് പ്രധാനം. കർത്താവ് പറഞ്ഞു, ഇതിനകത്ത് ഒരുത്തൻ പിശാചാണ്.
ഇതിനകത്ത് ഒരുത്തൻ പിശാചാന്ന് കർത്താവ് പറയണമെങ്കിൽ അവന്റെ ആദ്യവും അവസാനവും ഒരുമിച്ച് കണ്ടിട്ടാ കർത്താവ് പറഞ്ഞത്. സ്തോത്രം. എന്റെ പ്രിയരെ, നിങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന ആ കമ്മിറ്റിക്കകത്ത് ഒരുത്തൻ പിശാചെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും അവസ്ഥ? ആ വാക്കിന്റെ അർത്ഥം പിശാചിനെ കൂടെ കൂട്ടത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു കമ്മിറ്റിയാണത് എന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു അർത്ഥം അതാ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ സംഭാഷണം നടക്കുമ്പോൾ കർത്താവ് യൂദയെക്കുറിച്ചാണ് ഇത് പറഞ്ഞതെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. 70-ാമത്തെ വാക്യത്തിൽ യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ എങ്കിലും നിങ്ങളൊരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് അവൻ ശീമോൻ ഇസ്കറിയാത്താവിന്റെ മകനായ യൂദയെക്കുറിച്ച് പറഞ്ഞു. ഇവൻ 12 പേരിൽ ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവനായിരുന്നു. ദൈവകൃപ വിട്ട് പോകാൻ സാധ്യതയുള്ള ഒരുവനായിരുന്നു അവൻ. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഞാൻ അകത്തോടൊരു കാര്യം കൂടെ പറയാം. ഇവനും വേണമെങ്കിൽ മടങ്ങി വരായിരുന്നു. പക്ഷേ സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്നു. ഒരു മനുഷ്യൻ പിശാചിനാൽ ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് അവനെ മടക്കിക്കൊണ്ടുവരാൻ ഭയങ്കര പാടായി പോകുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ ഒരുവൻ പിശാചെന്ന് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നോക്കി കർത്താവ് പറയുകയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ചിന്താഗതി എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിച്ച് നമ്മുടെ സെന്ററിൽ നിന്ന് അവനെ പുറത്താക്കണം. പിശാചിനെ വെച്ചുകൊണ്ട് ഇനി ഒരു കർത്തൃമേശ വേണ്ട, പിശാചിനെ വെച്ചുകൊണ്ടൊരു സ്നാനം വേണ്ട, പിശാചിനെ വെച്ചുകൊണ്ടൊരു കാത്തിരിപ്യോഗം വേണ്ട, പിശാചിനെ വെച്ചുകൊണ്ടൊരു സഭായോഗം വേണ്ട. നമ്മളങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലേ? അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ കർത്താവ് അവൻ്റെ ക്രൂശീകരണം വരെ ഈ യൂദയ്ക്ക് കൂടെ നടക്കാൻ അവസരം കൊടുത്തു, അല്ലേ? എത്രയോ പ്രഭാഷണം കേട്ടു. എന്നിട്ടും വല്ല മാനസാന്തരം ഉണ്ടായോ? കിട്ടിയ കാശിനകത്തുനിന്ന് അവനെ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു എന്ന് ആ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവൻ അതിനകത്ത് നിന്ന് എടുത്തു വന്നിരുന്നു. മാനസാന്തരം ഉണ്ടായില്ല. അപ്പൊ അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇഷ്ടം പോലെ അവസരങ്ങൾ ദൈവം കൊടുത്തു. അവനായി തന്നെ മാനസാന്തരപ്പെട്ട് മുൻപോട്ട് വരാൻ ദൈവം അവസരങ്ങൾ കൊടുത്തിട്ടും മനം തിരിഞ്ഞില്ല. സ്തോത്രം. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളുടെ അറിവിൽ ഇങ്ങനെയുള്ള കുറെ ആളുകളില്ലേ? നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ആ സെന്ററിൽ, നിങ്ങളുടെ ആ കമ്മിറ്റിയിൽ, നിങ്ങളുടെ ആ ജനറൽ ബോഡി അവസാനം ഭയങ്കര ഭീകരമായിരിക്കും കേട്ടോ. അവസാനം ഭയങ്കര ഭീകരമായിരിക്കും. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അവസാനം. പൈസല. എന്റെ പ്രിയരെ, കർത്താവ് എന്നെ നിങ്ങളെ നോക്കി പറയുമോ? അനിയലെ, നീ ഒരു പിശാചാടാ, നിന്നിൽ വ്യാപരിക്കുന്ന ഒരു പിശാചാണെന്ന് എന്നെ നോക്കി കർത്താവ് പറയുമോ? നിങ്ങളെ നോക്കി കർത്താവ് പറയുമോ? സ്തോത്രം. പറയിക്കാനത് വരുത്തരുത്. ഹല്ലേലൂയ. പോകുന്നത് ചർച്ചിലാണ്, ആരാധനയ്ക്കാണ്, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷേ ഞാനും നീയും പിശാചിന്റെ മകനാണെന്ന് കർത്താവ് പറയുമെങ്കിൽ ഈ കുട്ടിയും പാടിയതൊക്കെ വെറുതെ പോകും. സ്തോത്രം. ഈ രാവിലെ നമുക്ക് തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഈ രാവിലെ ചെയ്യണം. I am the man of God. I am. ഞാനൊരു ദൈവത്തിന്റെ മകനാണ്, മകളാണ്. പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പ്രൂവ് ചെയ്യാൻ പക്ഷേ എങ്ങനെയാ പറയുക? പാൽപ്പണ്ട. നിങ്ങളെ പാപമാണ് നിങ്ങളെ വല്ലാതെയധികം ബുദ്ധിമുട്ടിക്കുന്നത്, ശരിയാ. പക്ഷെ ഞാൻ രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്. പ്രാർത്ഥിക്കാൻ പോവാ. കണ്ണു കാണിച്ചു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വാത്സല്യമുള്ള കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒത്തിരി കുറവശങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കർത്താവേ,
പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാകും. സ്തോത്രം. പാപത്തിൽ ഞങ്ങൾ തുടരുന്നെങ്കിൽ കർത്താവേ, യൂദ മാത്രമല്ല, യൂദയുടെ കൂടെ ഒരു ടീമായിട്ട് ഞങ്ങളുമുണ്ട്. ഇന്ന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു. ഞങ്ങൾ ഹൃദയത്തിൽ ഞങ്ങൾ അനുദപിക്കുന്നു. പത്രോസ് മടങ്ങി വന്നതുപോലെ ഞങ്ങൾ മടങ്ങി വരികയാണ് കർത്താവേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ അന്ത്യകാലത്ത് ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. ഞാനിവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, തള്ളിപ്പറഞ്ഞവരാണെങ്കിലും ഹൃദയ നുറുക്കത്തോടെ കരഞ്ഞ് ദൈവത്തിന് ആത്മതപനം ചെയ്തപ്പോൾ ശക്തനായൊരു ശുശ്രൂഷനായി ദൈവനെ മാറ്റി. നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. മടങ്ങി വരണം. ദൈവം നിങ്ങളെ സമൃദ്ധിയാക്കി അനുഗ്രഹിക്കട്ടെ.